എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടത്. നടന്നത് കൊല്ലം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ചൂരമീൻ മേടിച്ച് കറി വെച്ചു. അത് കഴിച്ച വീട്ടമ്മ മരിച്ചു. ഭർത്താവും മകനും ഹോസ്പിറ്റലിൽ. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഏറ്റവും നല്ല ഫ്രഷ് മീൻ ലഭിക്കുന്ന സ്ഥലമായിട്ടാണ് കൊല്ലം ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഒരുപാട് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കടൽക്കരയും ഒക്കെയുള്ള സ്ഥലമാണ് കൊല്ലം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ഫ്രഷായ മീനായിരിക്കും ലഭിക്കുക എന്നതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ അതല്ല എന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ്. മീനുകൾ കേടാകാതിരിക്കാൻ കൊടിയ വിഷമാണ്, രാസപദാർത്ഥങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അവൈലബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കാം കൂടുതലെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ അതല്ല എന്ന് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മത്സ്യത്തിൻ്റെ അവൈലബിലിറ്റി ഇത്രയും ഉള്ളൊരു സ്ഥലത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ പാലക്കാട്, നിലമ്പൂർ, വയനാട്, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം ഒരു മീൻ മേടിക്കുമ്പോൾ നമ്മൾ അതിൽ എത്രമാത്രം കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റും നമ്മുടെ കയ്യിലില്ലല്ലോ. എന്തായാലും ഈ അവസ്ഥ വളരെ ഭീകരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവരെ കൊലക്കുറ്റത്തിന് പിടിച്ച് ജയിലിലിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വിറ്റ ആൾക്കും ആ വിറ്റ ആൾ എവിടെ നിന്നാണോ വാങ്ങിയത് ആ വ്യക്തികളെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് തൂക്കിക്കൊല്ലണമെന്നാണ് പറയാനുള്ളത്. കാരണം ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ അമ്മയുണ്ടായിരുന്നൊരു വീട്ടിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഇനി ആ വീട്ടിൽ അമ്മയില്ല. ആ കുടുംബം മുന്നോട്ട് ജീവിക്കാൻ പെടുന്ന പാട്, വേദനകൾ ഇതൊക്കെ എന്തുമാത്രമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർക്ക് നിസ്സാര ലാഭത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ ഒരു വൃത്തികേടുകൾ ഒരു രീതിയിലും നമ്മുടെ നിയമം അനുസരിച്ച് അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ, അവർ ജീവിതകാലത്ത് മര്യാദയ്ക്ക് ജീവിക്കാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഇത്തരം ക്രൂരത കാണിക്കുന്നവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭർത്താവും കുഞ്ഞും ചെയ്യേണ്ടത് ആദ്യം തന്നെ എവിടെ നിന്നാണോ മീൻ മേടിച്ചത് അയാൾക്കെതിരെ കേസ് കൊടുക്കുക. അതിനുശേഷം അയാൾ എവിടെയാണോ മേടിച്ചത് അവർക്കെതിരെ കേസ് കൊടുക്കുക. ഇവരാരും തന്നെ രക്ഷപ്പെടാനായിട്ട് പാടില്ല. എല്ലാവരും ഇക്കാര്യത്തിൽ ദയവായിട്ട് പ്രതികരിക്കുക. ഇവർക്ക് നീതി കിട്ടുന്നത് വരെ പ്രതികരണം നിർത്തരുത്. കാരണം 100% ലിറ്ററസി ഉള്ള ഒരു നാടായ കേരളത്തിൽ ഈ സംഭവിക്കുന്ന ഒന്നും തന്നെ 1% ലിറ്ററസി ഉള്ള നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ദയവായിട്ട് എല്ലാവരും ശക്തമായി തന്നെ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കുക.